എല്ലാ മതങ്ങളും സമ്മതിക്കുന്നു മനുഷ്യൻ പാപിയാണ്. ആ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. അതിനുവേണ്ടി മനുഷ്യൻ കർമ്മമാർഗങ്ങളും അനുഷ്ഠാനങ്ങളും പുണ്യ തീർത്ഥാടനങ്ങളും ഒക്കെ നടത്തി അവൻ പരാജയപ്പെടുകയാണ്. അതിലൊന്നും മനുഷ്യന് ഒരു പാപമോചനം ലഭിച്ചു എന്ന ബോധ്യമോ സമാധാനം പ്രാപിക്കുവാനോ കഴിയാതെ അവൻ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പാപത്തെക്കുറിച്ചും പാപത്തിന്റെ തുടക്കത്തെക്കുറിച്ചും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. അതെ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഏതാണ് ഏക മനുഷ്യൻ എന്ന് ചോദിച്ചാൽ, ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയ ആദ്യത്തെ മനുഷ്യൻ ആദമും ഹൗവയും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചത് മൂലം അവർ പാപികളായി തീർന്നു. ആ പാപത്തിന്റെ ലിസ്റ്റിൽ അവരുടെ തലമുറയായി ഈ ഭൂമിയിലുണ്ടായ സകല മനുഷ്യരും പാപികളുടെ ലിസ്റ്റിൽ അകപ്പെടുകയാണ്. അങ്ങനെ ആദം പാപം ചെയ്തത് മൂലം മനുഷ്യവർഗം മുഴുവനും പാപത്തിന്റെ ശിക്ഷയ്ക്കും ദൈവത്തിന്റെ മുൻപിൽ കുറ്റക്കാരും ന്യായവിധിക്ക് യോഗ്യരുമായി തീർന്നു. അങ്ങനെ മനുഷ്യവർഗം മുഴുവനും പാപികളായി തീർന്നപ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, പാപത്തിന്റെ ശമ്പളം മരണമാണ്. ദൈവിക ശിക്ഷ, ദൈവിക നീതി അധിഷ്ഠിതമായ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണ്. ആ മരണം എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികമായ മരണത്തെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. മരണത്തിനപ്പുറത്ത് നിത്യ നരകമെന്ന് പറയുന്ന ഒരു ന്യായവിധിക്കപ്പുറത്ത് ഒരു മരണമുണ്ട്. അത് രണ്ടാം മരണമെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുകയാണ്. നിത്യ നരകം എന്ന തീപ്പൊയ്കയിൽ മനുഷ്യൻ നിത്യം യാതന അനുഭവിക്കുന്ന ഒരു മരണമുണ്ട്. അതാണ് പാപത്തിന്റെ ശമ്പളമായ മരണമെന്ന് വിശുദ്ധ വേദപുസ്തകം വിവക്ഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, പാപികളായ മനുഷ്യന് ദൈവത്തിന് നീതിയിൽ അധിഷ്ഠിതമായ ശിക്ഷാവധി എന്ന് പറയുന്നത് നിത്യ നരകമെന്ന തീപ്പൊയ്കയിൽ പാപികൾ വീഴും എന്നുള്ളതാണ്. എന്നാൽ ആ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് മനുഷ്യൻ മോചിതനായി തീരുവാൻ പല യാഗങ്ങൾ നടത്തി, കർമ്മങ്ങൾ നടത്തി, ആചാരങ്ങൾ നടത്തി, അതിലൊന്നും പാപമോചനം പൂർണ്ണമായി പ്രാപിക്കുവാൻ മനുഷ്യന് സാധിച്ചില്ല. അങ്ങനെ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപമോചനം കൊടുക്കുവാൻ ഒരു രക്ഷാപദ്ധതി രൂപകൽപ്പന ചെയ്തു. ദൈവം വിചാരിച്ചു, പാപികളായ മനുഷ്യർക്ക് വേണ്ടി പാപമില്ലാത്തൊരുവൻ മരിക്കുകയാണെങ്കിൽ, പാപമില്ലാത്ത രക്തം പാപികൾക്ക് വേണ്ടി ചൊരിയപ്പെടുകയാണെങ്കിൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ കഴിയും. അതിനുവേണ്ടി ദൈവം ഭൂമിയിലേക്ക് നോക്കി, ആരെങ്കിലും ഉണ്ടോ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി മരിക്കുവാൻ പറ്റിയ നീതിമാന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഒരു വ്യക്തിക്കും മനുഷ്യനെ വീണ്ടെടുക്കുവാനോ അവനെ രക്ഷിക്കുവാനോ അവന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനോ സാധിക്കുകയില്ല എന്ന് ദൈവത്തിന് മനസ്സിലായപ്പോൾ ദൈവം തമ്പുരാൻ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ ഒരു രക്ഷാ പദ്ധതിയാണ് ദൈവത്തിന്റെ പുത്രനായ യേശുവിനെ വേഷത്തിൽ മനുഷ്യനായി കാലത്തിന്റെ സമ്പൂർണതയിൽ കാലിത്തൊഴുത്തിൽ കന്യാമറിയാമിന്റെ സുതനായി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന സ്വർഗീയ ഗാനാലാപനത്തോടുകൂടി ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മണ്ണിൽ മനുഷ്യനായി അവതരിച്ചു. എന്തിനു വേണ്ടി? മനുഷ്യന്റെ മേൽ ചുമത്തപ്പെട്ട പാപത്തിന്റെ ശിക്ഷയായ മരണം ഏറ്റെടുത്ത് മനുഷ്യന്റെ സൗജന്യ രക്ഷാമാർഗം ഒരുക്കുവാൻ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. 33.5 വയസ്സുവരെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 വർഷം തന്റെ പരസ്യ ശുശ്രൂഷകൾ ഈ ഭൂമിയിൽ കർത്താവ് ചെയ്തു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു. മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി.